ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ ദേവീ ശരണം അമ്മേ. ഞാനെന്നുള്ളൊരു ഹുംകൃതി പെരുമയിൽ നീന്തിക്കളിക്കുന്നതും ഞാനല്ലാതിനി ആരുമില്ലുലകിലീ വണ്ണം നടിക്കുന്നവൻ. ആനന്ദം മതം എന്നിവയ്ക്കടിമയായി ലോകേശനെ തള്ളുവോൻ. താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ ഷഷ്ഠാധ്യായമാണ് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ഇന്ദ്രനെയും വൃത്രനെയും ഇന്ദ്ര കാര്യത്തിനു വേണ്ടി സന്ധി ചെയ്യിപ്പിക്കാനായിട്ട് ആലോചിക്കുന്നതായിട്ടുള്ള ഋഷികള് അവര് പറഞ്ഞ വാക്കുകളെ കേട്ട് എപ്രകാരത്തിലുള്ള സന്ധിയാണ് താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ വൃത്രൻ ഋഷികളോട് പറയുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇത് കേട്ട ഋഷയഃ തം തഥാ പ്രാഹുർഭാടമിത്യേവ ചാധൃത സമയം ശ്രാവയാമാസു തത്രാനീയ സുരേശ്വരം ഇന്ദ്രോ ബിശബദാംസ്തത്ര ചകാര വിഗതജ്വര. വ്യാസൻ തുടർന്നുകൊണ്ട് പറയുന്നു, മഹർഷിമാരപ്പോൾ അതിനെ ആദരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ ഇഷ്ടം അതാണ് എന്നെങ്കിൽ അങ്ങനെ തന്നെ ആവാം. ഇന്ദ്രനെ വിളിച്ചു വരുത്തി എന്താണ് വൃത്രൻ ആഗ്രഹിക്കുന്നത്, എന്ത് നിയമമാണ്, പ്രതിജ്ഞയാണ് ഇന്ദ്രനിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ ഇന്ദ്രനോട് പറഞ്ഞു കേൾപ്പിച്ചു. ഇന്ദ്രനും അവിടെ വെച്ച് ഒരു വിഷവുമില്ലാതെ അതിനെ സ്വീകരിച്ചു എന്നാണ് പറയണത്. സാക്ഷിണം പാവകം കൃത്വാ മുനീനാം സന്നിധൗ കില വൃത്രസ്തു വചനൈസ്തസ്യ വിശ്വാസമഗമത്തദാ. മുനിമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ആ പ്രതിജ്ഞ ഇന്ദ്രൻ ചെയ്തത്. ഋഷികളുടെയും അഗ്നിയെയും സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ദ്രൻ ആ പ്രതിജ്ഞ ചെയ്തു. മഹാത്മാക്കളായിട്ടുള്ള ഋഷികൾ ആണ് അതിന് വേണ്ടതായിട്ടുള്ള നേതൃത്വം കൊടുത്തത്. അവരാണ് വന്ന് ഇപ്രകാരം തന്നോട് സംസാരിച്ചത്. അവരാണ് ഇന്ദ്രനോടും സംസാരിച്ചത്. അതനുസരിച്ചിട്ടാണ് ഇന്ദ്രൻ അവരുടെ സാന്നിധ്യത്തിൽ അഗ്നിയെ സാക്ഷിയാക്കിയിട്ട് സത്യം ചെയ്തത്. അപ്പോ ഇത്രയൊക്കെ ആയപ്പോഴേ പാവം വൃത്രൻ ഇന്ദ്രന്റെ വാക്കിന് വിശ്വസിച്ചു എന്ന് പറയാണ്. ഇന്ദ്രനോട് മൈത്രി പുലർത്തിക്കൊണ്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തു വന്നു. രണ്ടുപേരും ഒരുമിച്ച് ചിലപ്പോൾ വിഹരിക്കും, ചിലപ്പോൾ ഗന്ധമാദനത്തിൽ വിഹരിക്കും, ചിലപ്പോൾ നന്ദനം എന്ന് പറഞ്ഞതായിട്ടുള്ള ഉപവനത്തിൽ അവർ രണ്ടുപേരും കൂടി വിഹരിക്കും. ചിലപ്പോൾ ഒരുമിച്ച് കടൽ തീരത്ത് സഞ്ചരിച്ച് വിനോദിക്കും. ഇങ്ങനെ ഒരുമിച്ച് കഴിയവേ വൃത്രനും വളരെ സന്തോഷമായി. ഇന്ദ്രനാകട്ടെ അവനെ വധിക്കാനുള്ള ഉപായങ്ങൾ ഓരോന്നും ആലോചിച്ചു. നോക്കൂ ഇന്ദ്രന്റെ ബുദ്ധി. വൃത്രനുമായിട്ട് സഖ്യം ചെയ്തു, സന്ധി ചെയ്തു, എല്ലാം ചെയ്തു. അവനുമായിട്ട് ഇതാ ഓരോ സ്ഥലത്ത് പോയിട്ട് അവനെ സന്തോഷിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കാനായിക്കൊണ്ട് അവനുമായിട്ട് പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കുന്ന സമയത്തും ഇന്ദ്രന്റെ ഉള്ളിലുള്ള വിചാരം, വൃത്രനെ എങ്ങനെയെങ്കിലും വധിക്കണം, നശിപ്പിക്കണം. അതിനുള്ള വഴി എന്താണ് എന്നാണ് ഇന്ദ്രൻ
ആലോചിച്ചുകൊണ്ട് നടക്കണത്. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ അതിനുള്ള അവസരം വന്നുകൂടി എന്ന് പറയണു. അതിഭയങ്കരനായിട്ടുള്ള വിശ്വാസവഞ്ചകനൊക്കെയാണ് ഈ ഇന്ദ്രൻ എന്നുണ്ടെങ്കിലും തൻ്റെ കൂടെയുള്ള ഈ സഹവാസം കൊണ്ടും ബാഹ്യമായി ഇന്ദ്രൻ നടിക്കുന്നതായിട്ടുള്ള ആ നാടകത്തിലും പാവം ഈ ചതി വിശ്വാസവഞ്ചന ഇന്ദ്രന്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത വൃത്രൻ ആ ഇന്ദ്രനെ ഉറച്ച് വിശ്വസിച്ചിരുന്നു എന്നാണ് പറയണത്. പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി ഇങ്ങനെ കഴിഞ്ഞു. ഇത്രയും കാലം വൃത്രനെ വധിക്കാനുള്ള ഉപായങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദ്രൻ. ഒരു ദിവസം വൃത്രന്റെ അച്ഛനായിട്ടുള്ള ത്വഷ്ടാവ് ഇന്ദ്രനിൽ വിശ്വസ്തനായി തീർന്ന മകനോട് പറഞ്ഞു, ഹേ മകനെ, വൃത്ര, നിനക്ക് ഹിതമായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്, നീ അത് മനസ്സിലാക്കണം. ശത്രുത ഉണ്ടായിരിക്കുന്നവനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയണത്. ദേവേന്ദ്രന് പണ്ട് നിന്നോട് ശത്രുത ഉണ്ടായിരുന്നു. അന്യന്മാരുടെ വളർച്ചയിൽ എന്നും ദേവേന്ദ്രൻ അസൂയാലുവാണ്, ലോഭനാണ്, മത്തനാണ്, ദ്വേഷാവാണ്, അന്യരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനാണ്, പരദാരങ്ങളില് പരസ്ത്രീകളില് കൊതിയുള്ളവനാണ്, പാപബുദ്ധിയുള്ളവനാണ്, അവൻ ചതിയനാണ്. സമയം തരം അന്വേഷിക്കുന്നവനാണ്, ദ്രോഹതൽപരനാണ്, മായാവിയാണ്, മതഗർവിതനാണ്. ഒരു മാതാവിൻ്റെ ഉദരത്തിൽ കടന്ന് ആ മാതാവിൻ്റെ ഗർഭത്തിലിരിക്കുന്നതായിട്ടുള്ള ഗർഭം ഛേദിച്ചവനാണ്. അല്ലെ, മരുത്തുൽപ്പത്തി എന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ അസുരന്മാരുടെയൊക്കെ അമ്മയായിട്ടുള്ള അദിതി ദേവിയുടെ ഗർഭത്തിൽ ചെന്ന് തൻ്റെ വജ്രായുധം കൊണ്ട് ആ ഉണ്ണിയെ 7 കഷ്ണമായിട്ടും പിന്നീട് വീണ്ടും 7 കഷ്ണമായിട്ടും 49 കഷ്ണങ്ങളായിട്ടൊക്കെ വെട്ടി എന്നുള്ളതൊക്കെ നമ്മൾ മരുത്തുൽപ്പത്തി കഥ കേൾക്കുന്ന സമയത്ത് ഷഷ്ഠസ്കന്ധത്തിൽ അവിടെ വരുന്ന കഥയാണ് ഭാഗവത മഹാപുരാണത്തിൽ. അതാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത്. മാതൃഗർഭത്തിൽ ചെന്ന് ആ ശിശുവിനെ ഗർഭസ്ഥ ശിശുവിനെ ഛേദിച്ചവനാണ്, വധിക്കാൻ ഉദ്യമിച്ചവനാണ്. അതുകൊണ്ട് അവനെ ഒരിക്കലും നീ വിശ്വസിക്കരുത്. ഒരിക്കൽ പാപം ചെയ്തവന് അത് വീണ്ടും വീണ്ടും ചെയ്യാൻ ഒരിക്കലും ഒരു മടിയും ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ടല്ലോ, ഒരു കൊലക്കുറ്റം ചെയ്തവനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറേ പണം കെട്ടിവെച്ചോ ആരുടെയെങ്കിലുമൊക്കെ ജാമ്യത്തിലൊക്കെ ഇറങ്ങും പുറത്ത്. എന്നാൽ പുറത്ത് വന്നാൽ അവനെന്താ ചെയ്യുന്നത്? വേറൊരുത്തനെ കൊല്ലാൻ നോക്കും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്വഭാവമായി തീർന്നു. അതിലൊരു ഭയമൊന്നുമില്ല. ധനത്തിലാണ് മോഹം. ആരെങ്കിലും വിളിച്ച് നിനക്ക് 10 ലക്ഷം തരാം, 20 ലക്ഷം തരാം, 50 ലക്ഷം തരാം എന്ന് പറഞ്ഞാൽ പൈസ മേടിക്കും, പൂവും കൊല്ലും. അതിന്ന് കുറച്ച് ധനം എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും വീണ്ടും അപ്പം നമ്മളതൊക്കെ പേപ്പറിൽ കാണുന്നില്ലേ? ഒരു വധമൊക്കെ നടന്ന് അവനെ പിടിച്ച് പോലീസ് കൊണ്ടുപോകുമ്പോഴാണ് മനസ്സിലാവണത് ഇവൻ ഇതിനു മുമ്പ് 4 വധങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3-4 ഇതേമാതിരി വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6, 7, 8 കേസുകളൊക്കെ ഇവൻ്റെ പേരിൽ ഓരോരോ വധവും മറ്റുള്ള കുറ്റങ്ങൾക്കുമായിട്ട് കോർട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അത് ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയമല്ലേ? ഇത്രയും കുറ്റങ്ങൾ 7 കുറ്റങ്ങൾ അവൻ്റെ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ 7 പ്രാവശ്യം അവന് കോടതി ജാമ്യം കൊടുത്ത് അവനെ പുറത്തു വിട്ടിട്ടുണ്ട്. അവൻ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കണു എന്നറിഞ്ഞ കോട്ട അപ്പോഴെങ്കിലും അവന് ജാമ്യം നിഷേധിക്കേണ്ടതല്ലേ? ഒരിക്കൽ കൊടുത്തു, രണ്ടാമത് അതേ കുറ്റം ചെയ്ത് അവൻ വന്ന സമയത്ത് ഇനി ഇവന് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ജാമ്യം അനുവദനീയമല്ല, ഇവന് ജാമ്യം കൊടുക്കില്ല.
1 കോടി രൂപ കെട്ടിവെച്ചാലും 10 പേര് വന്ന് അവന് ഇതായിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിന്നാലും ജാമ്യം കൊടുക്കില്ല, ഇവൻ ജാമ്യത്തിന് നിഷേധനാണ് എന്ന് പറഞ്ഞ് ജയിലിൽ കൊണ്ടിട്ട് വിധി കൽപ്പിക്കുന്നത് വരെ എന്ന് പറയുന്നുണ്ടോ? കോർട്ടില്ല. ഓരോ കേസുകളും ഓരോ കോർട്ടിലാവും, ഓരോ ജഡ്ജിമാരാവും. ആ കേസിനെ മാത്രം വിലയിരുത്തിക്കൊണ്ട്